ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 89ാമത്തെ ഹിക്മത്താണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞത് മൊത്തത്തിലൊരു വിഷയമായിരുന്നു. ഈ ഹിക്മ അതിന്റെ തൊട്ട ഹിക്മ മാത്രമല്ല, അതിന്റെ മുമ്പുള്ള കുറച്ച് ഹിക്മകൾ കൂടി ഒരു വിഷയമായിട്ട് വന്നതാണ്. എന്താണ്? അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ ബോധ്യമുള്ള ഒരു പരിപൂർണനായ അടിമ ജീവിതത്തിൽ അള്ളാഹുവിനോട് എന്തെങ്കിലും തേടുന്നിടത്തും, അല്ലെങ്കിൽ അള്ളാഹു താല അവനക്ക് വിശാലത ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ അള്ളാഹു താല അവന് ചില കാര്യങ്ങൾ പിടിക്കുമ്പോഴും, അല്ലെങ്കിൽ അള്ളാഹു താലിന് എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കിട്ടിയാൽ അതിലൊക്കെ പാലിക്കേണ്ട ആദബുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങനെ അള്ളാഹു താല അള്ളാഹുവിന്റെ അടിമകൾക്ക് നൽകുന്ന ഒരുപാട് ഖൈറാസങ്ങളുണ്ട്. നമ്മളെ സൽക്കർമ്മക്കനുസരിച്ച് ചിലപ്പോൾ മന്മ ഇഹ്സാനാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് അള്ളാഹു താല അള്ളാഹുവിന്റെ അടിമകൾക്ക് ഒരുപാട് ഖൈറായ കാര്യങ്ങൾ നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്തല്ല നമ്മളോട് ഇബാദത്ത് എടുക്കാൻ പറയുകയും എന്നിട്ട് അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് നമ്മൾ അമലുകൾ ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്യാ, അതിന് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കൂലി നൽകുകയും ചെയ്യുക എന്നുള്ള ഒരു, എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാധനം കടം വാങ്ങിയിട്ട് കാശ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് തരാൻ തോന്നുന്ന സ്വഭാവം ആരുടേതല്ല, അള്ളാഹുവിന്റെ ഒക്കെ റൊക്കം പരിപാടിയാണ്. എന്ന് പറഞ്ഞാൽ എന്താണോ വാങ്ങിയത് അത് ഉടൻ എന്ത് ചെയ്യുക, അതിന്റെ കൂലി കൊടുക്കുക എന്നുള്ള പരിപാടി രീതിയാണ് അള്ളാഹു തആല. അപ്പൊ അള്ളാഹു തആലയുടെ ആ ഒരു പ്രതിഫലത്തിന്റെ രീതി എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഹിക്മത്തിൽ പറയുന്നത്. നോക്കാം. 89ാമത്തെ ഹിക്മത്ത് വായിച്ചു നോക്കാം. 89ഉം 90 എന്താണ്, 91 വരെ അതിന്റെ ബാക്കി വിഷയം സമയത്തിനനുസരിച്ച് നമുക്ക് പറയാം. 89 ജല്ല റബ്ബുന അൻ യുആമിലഹുൽ അബ്ദു നഖദൻ ഫൈജാസിഹി നസീഅത്തൻ. ഇതാണ് ഹിക്മത്ത്. ഇതിൽ 2 പദാണുള്ളത് മെയിനായിട്ട്. ഒന്ന് നഖദ്, 2 നസീഅത്ത്. ശരിക്കും നഖദ് എന്ന് പറയാൻ എന്താ നമ്മൾ പറഞ്ഞത്? നഖദൈനി എന്നൊക്കെ പറഞ്ഞില്ലേ അല്ലേ? നഖദ് എന്താണ് പറഞ്ഞോളി. പണത്തിന് എന്ന് പറയും നഖദ് എന്ന് പറയും അല്ലെ, ക്യാഷിന് പറയും. അതെ, ശരിക്കും നഖദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ്. നസീഅത്ത് പറഞ്ഞാൽ എന്താണ്? അല്ല, അത് നസീഅത്ത് ഹംസാണ്. നസീഅത്ത് പറഞ്ഞാൽ ശരിക്കും ക്രെഡിറ്റ് ആണ്, കടം. നഖദ് പറഞ്ഞാൽ ക്യാഷും, നസീഅത്ത് പറഞ്ഞാൽ എന്താണ്? കടമാണ്. ഒരു ക്യാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സാധനം ആ ഇടപാടിന്റെ സമയത്ത് റൊക്കം ചെയ്യുന്ന വിനിമയം, റൊക്കം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഇന്ന് റൊക്കം, നാളെ കടം എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ 2 പദങ്ങളാണ്. ഒന്ന് നഖദ്, 2 നസീഅത്ത്. നഖദ് പറഞ്ഞാല് ക്യാഷ് റെഡിയായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാ, ഇടപാട് തീർക്കുക. നസീഅത്ത് പറഞ്ഞാല് കടം പറഞ്ഞിട്ട് കുറച്ച് കാലാവധി വെച്ചുകൊണ്ട് എന്ത് ചെയ്യാ, ഇടപാട് തീർക്കുക. ഒന്ന് പെട്ടെന്ന് ഇടപാട് തീർക്കുക, മറ്റൊന്ന് കുറെ കാലം കഴിഞ്ഞ് സമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ, ഇടപാട് തീർക്കുക. ഇവിടെ അള്ളാഹു തആലയുടെ രീതി എന്താണ്? അള്ളാഹു തആല ക്രെഡിറ്റിന്റെ ആളല്ല. എന്ന് പറഞ്ഞാൽ കടത്തിന്റെ ആളല്ല. ആര്? അള്ളാഹു തആല റൊക്കത്തിന്റെ ആളാണ്. ഉടനെ ഇടപാടുകൾ തീർക്കുന്നവനാണ് ആര്? അള്ളാഹു. അതാണ് ഹിക്മത്തിൽ പറയുന്നത്. നോക്കാം. ജല്ല റബ്ബന. ജല്ല എന്താണ്? മഹത്വം. ജല്ല ജലാല് എന്ന് പറയില്ല. അള്ളാഹു ജല്ല ജലാല്. അള്ളാഹു തആല അങ്ങേയറ്റം മഹത്വം നിറഞ്ഞവനാണെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? മനുഷ്യബോധത്തിന് അപ്പുറത്താണ് അള്ളാഹുവിന്റെ മഹത്വം. അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് നിയമമില്ല.
എത്ര മഹത്വമുടയവനാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ബോധത്തിൽ കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അപ്പുറം മഹത്വമുള്ളവനാണ് ആര്? അല്ലാഹു. അതാണ് ജലാൽ എന്ന് പറഞ്ഞതിന്റെ വ്യാപ്തി മനസ്സിലാക്കണം. നമുക്ക് അള്ളാഹുവിന്റെ മഹത്വം എന്ത് ചെയ്യില്ല, കണക്കാക്കാൻ കഴിയില്ല. നമുക്ക് മറ്റുള്ളവരുടെ മഹത്വം ചിലപ്പോൾ കണക്കാക്കാനും എഴുതാനും വർണ്ണിക്കാനൊക്കെ കഴിയും. അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് ചെയ്യാൻ പറ്റില്ല, കണക്കാക്കാൻ കഴിയില്ല, മനുഷ്യബോധത്തിനപ്പുറം. അതുകൊണ്ട് നമ്മൾ എന്താണ് ജല്ല ജലാലിനൊക്കെ പറഞ്ഞത്. ജല്ല റബ്ബന, നമ്മുടെ റബ്ബ് അല്ലാഹു തആല അങ്ങേയറ്റം മഹത്വം നിറഞ്ഞവനാണ്. ഏത് വിഷയത്തിൽ? അവന് വേണ്ടി അടിമ പണിയെടുക്കുക അല്ലേ? അല്ലാഹു തആലയുടെ അടിമ എന്ത് ചെയ്യാ? അവന് വേണ്ടി ഇബാദത്ത് എടുക്കുക, പണിയെടുക്കുക. അടിമയെ കൊണ്ട് എന്ത് ചെയ്യാ? അവൻ പണി, അല്ലാഹു തആലയുടെ അടിമ അവന് വേണ്ടി പണിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? നഖദൻ, അടിമ എന്ത് ചെയ്യാണ്? ഇപ്പൊ റെഡിയായിട്ട് പണി, ക്യാഷിന് പണിയെടുക്കുന്ന റെഡിയായിട്ടാണ്. ടൈം ടു ടൈമായിട്ട് ആര് പണിയെടുക്കുന്നുണ്ട്? അടിമ പണിയെടുക്കുന്നുണ്ട്. അത് നഖദ് എന്നുള്ള അവിടെ ആലങ്കാരികമായി പറഞ്ഞാണ്. ക്യാഷിന് നല്ല റെഡിയല്ലേ എന്ന് പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ അടിമ റെഡി ആയിട്ട് ഓരോ സ്പോട്ടിലും സമയത്തും എന്ത് ചെയ്യാം, അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യാം. നമ്മളങ്ങനെ സമയത്ത് നിസ്കരിക്കുന്നുണ്ട്, സമയത്ത് സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സമയത്ത് നോമ്പ് നോക്കുന്നുണ്ട്, സമയത്ത് ഹജ്ജ് ചെയ്യുന്നുണ്ട്, സുന്നത്തുകൾ സമയത്ത് നിർവഹിക്കുന്നുണ്ട്, ആവശ്യമായ സഹായങ്ങൾ സമയത്ത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യാം, ടൈം ടു ടൈം ആയിട്ട് ഒന്നും ബാക്കി വെക്കാതെ അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യാം, അവനുമായിട്ടുള്ള ഇടപാടുകൾ തീർക്കാം. അതാണ് റൊക്കം എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാ? ഫൈജാസിഹി, അവനെന്ത് ചെയ്യാ? അതിന് കൂലി നൽകുകയും ചെയ്യാം. നസീഹത്തൻ, കടമായിട്ട് എന്ന് പറയാൻ എന്താണ്? ശരിക്കും അല്ലാഹു തആലയുടെ അല്ലേ പരിശുദ്ധ ഖുർആനിലൊക്കെ എന്താണ്? ഉദ്ഖുലുൽ ജന്നത ബിമാ തഅമലൂൻ, നിങ്ങൾ ഇബാദത്ത് എടുത്തുകൊണ്ട് നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോളുന്ന. അതെപ്പോഴാ? നമ്മൾ ഇന്ന് നിസ്കരിച്ചതിന് നമ്മളോട് സ്വർഗത്തിൽ പോകാൻ പറഞ്ഞ നമ്മള് മരണപ്പെട്ട് കബറിൽ കിടന്ന് മഹ്ശറിൽ കിടന്ന് കുറെ കാലം തീരുമാനമായിട്ട് പിന്നെ എന്ത് ചെയ്യണ്? ഇന്നത്തെ സുബഹിക്കൊക്കെ അന്നാണ് നമുക്ക് എന്തിട്ടുണ്ട്? കൂലി കിട്ടുന്നത്. അങ്ങനെ കടം പറഞ്ഞുകൊണ്ട് കൂലി തരുന്നതിൽ വിഷയത്തില് നമുക്ക് തരുന്ന പ്രതിഫലത്തില് കടം വെച്ചുകൊണ്ട് കുറെ കാലം കഴിഞ്ഞൊരു കൂലി തരാന്നുള്ള രീതിയിൽ ഒരു മാന്യത കിട്ടവനല്ല ആര്? അല്ലാഹു. എന്നാ അങ്ങനെ കൂലി കിട്ടോ? അത് കിട്ടും. അപ്പൊ അല്ലാഹു തആല അള്ളാഹുവിന്റെ അടിമ ഓരോ ടൈമിലും സ്പോട്ടിലും കറക്റ്റ് അവനെ ഇബാദത്ത് എടുക്കുകയും എന്നിട്ട് അതിന്റെ കൂലി എന്ത് ചെയ്യാ? പരലോകത്തേക്ക് നീട്ടി വെച്ചിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാ? മൊത്തത്തിൽ ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുക എന്ന രീതിയുടെ ആള് മാത്രമല്ല ആര്? അല്ലാഹു. അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ അടിമ പണിയെടുത്ത ആ പണിയെടുത്ത സമയത്ത് തന്നെ എന്ത് ചെയ്യും? അതിന്റെ കൂലി അല്ലാഹു തആല കൊടുക്കും. അതാണ് പറയുന്നത്. എല്ലാ ആകൃതിക്കൊക്കെ നീട്ടി വെച്ചാണ് അവിടുന്ന് കൂലി കൊടുക്കുന്നത് മാത്രമല്ല, ദുനിയാവിൽ അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിന് വഴിപ്പെട്ടാൽ ഇവിടെ വെച്ചിട്ട് തന്നെ കൂലി കൊടുക്കുന്നതിൽ അങ്ങേയറ്റം മഹത്വമുള്ളവനാണ് ആര്? അള്ളാഹു. അള്ളാഹു താല എന്താണ്? കരീമാണ്, വളരെ മാന്യനാണ്. മാന്യമായ അടയാളം എന്താ? എന്തൊരു സാധനം വേങ്ങിയാലും അതിന് ഇടപാട് ഉടനെ തീർക്കുക എന്നുള്ളതാണ്. നമ്മൾ എനിക്കൊരു മാന്യത ഇല്ല എന്ന് പറയുന്നില്ലേ? എന്താണ്? എന്താ വേങ്ങിയത് അത് വേങ്ങിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുപോയാണ് പിന്നെ തിരിഞ്ഞു നോക്കാനല്ല. എന്താ വേങ്ങണത് അതിന്റെ കാശ് എന്ത് ചെയ്യും? ഉടനെ കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഇടപാട് തീർക്കും. എന്നിട്ട് മാന്യമായി വിട്ടു. ആ ഒരു കരീമിയത്ത് ആരിലുണ്ട്? അള്ളാഹുവിനുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അടിമകളായ നമ്മള് പണിയെടുക്കുമ്പോ നമുക്ക് അതിന്റെ ഇടപാടുകൾ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വീട്ടിൽ തരുന്നുണ്ട്. അതിന്റെ പുറമെ പരലോകത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേറെയും കൂലി തരുന്നുണ്ട്. അത് വേറെയാണ്. അത് അള്ളാഹുവിന്റെ ഫദ്ലാണ്. അപ്പൊ അതങ്ങനെയൊക്കെ എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു തആല ആ വിഷയത്തിൽ എന്താണ്? മഹത്വമുള്ളവനാണ് എന്നർത്ഥം. അതെ. അപ്പൊ അല്ലാഹു തആല നഖദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടനെ
അടിമ ഉടനെ പണിയെടുക്കുക. അതാ അള്ളാഹു തആല ഏറ്റവും മഹത്വം നിറഞ്ഞവനാണ്. ഏത് വിഷയത്തിൽ മാന്യതയുള്ളവനാണ്. ഏത് വിഷയത്തിൽ അടിമ എന്നും പണിയെടുക്കുക, ഉടനെ പണിയെടുക്കുക. ഒരു കൂലി എന്ത് ചെയ്യാ? നസീഹത്ത് തന്നെ മോഹന പിന്തിങ്ങാണ്ട് കൊടുക്കുക. അപ്പൊ ആ വിഷയത്തിൽ ഒരു മാന്യത കുറവില്ലെന്നാ. ആ മാന്യത കുറവ് ആർക്കില്ല? അള്ളാഹ്ക്കില്ല. അള്ളാഹു തആല മാന്യനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു തആല അടിമക്ക് ഉടനെ കൂലി കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിൽ കൊടുക്കുന്നുണ്ടോ? അത് വേറെ. കാരണം എന്താണ്? അള്ളാഹു തആല ഒരു ഇടപാട് ചെയ്താൽ ആ ഇടപാട് ഉടനെ തീർക്കുന്നവനാണ് ആര്? മാന്യതയുള്ളവൻ. ആ കരീമിൽ അങ്ങേറ്റം കരീമാണ് അള്ളാഹു തആല. കാരണം അള്ളാഹു തആല എന്താണ്? മുഅ്മിനീങ്ങളിൽ നിന്ന് ഇടപാട് നടത്തിയിട്ടുണ്ട്. രണ്ട് ഇടപാട് നടത്തിയ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലുഹും ബിഅന്ന ലഹുമുൽ ജന്ന. അവിടെ ശരീരവും അവിടെ സമ്പാദ്യവും സ്വർഗത്തിന് പകരം ആര് വേങ്ങിയിട്ടുണ്ട്? അല്ലാഹു തആല വേങ്ങിയിട്ടുണ്ട്. പക്ഷെ സ്വർഗത്തിന് പകരം വേങ്ങി എന്നുള്ളത് സ്വർഗം മാത്രമല്ല, ആ ആത്മാവും അവന്റെ സമ്പത്തും അല്ലാഹുവിന് കൊടുക്കുന്നത് തന്നെ. അതാ പറഞ്ഞത്. അവിടെ തോന്നുന്നത് എന്താണ്? സ്വർഗത്തിന് പകരം വേങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് സ്വർഗം തരാന്നല്ല. അങ്ങനത്തെ ഒരു എന്തല്ല മാന്യത കുറവുള്ള ഇടപാടുകാരനല്ല അള്ളാഹു. അപ്പൊ അള്ളാഹു തആല ഇവിടെ തന്നെ വേങ്ങിയതുകൊണ്ട് ഇവിടെ തന്നെ കൂലി തരും. അതിന്റെ പകരം ശാശ്വതമായ ഇത് കിട്ടും, സ്വർഗവും കിട്ടും എന്നർത്ഥം. അപ്പൊ ഇവിടുന്ന് അള്ളാഹു തആല നമ്മളെ ശരീരവും നമ്മളെ നഫ്സും ആത്മാവും ഒക്കെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ്. ഒന്ന്, അള്ളാഹു തആലയിലേക്ക് പിന്നെ അവിടെ തന്നെ ബിഅന്ന ലഹുമുൽ ജന്ന എന്നാണ്. സ്വർഗത്തിന് പകരമാണ് അള്ളാഹു തആല വേങ്ങിയിട്ടുള്ളതെന്നാണ്. ഈ സ്വർഗം തന്നെ എങ്ങനെയുണ്ട്? സ്വർഗത്തിന് പകരമാണ് അള്ളാഹു തആല നമ്മളിന്ന് വേങ്ങിയിട്ടുള്ളത് എന്നാണ് അതിൽ പറഞ്ഞത്. ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? പരലോകത്തുള്ള സ്വർഗം മാത്രമല്ല, ദുന്യാവിലും എന്തുണ്ട്? സ്വർഗമുണ്ട്. ദുന്യാവിലും ഏതുണ്ട്? സ്വർഗമുണ്ട്. പരലോകത്ത് മാത്രമല്ല സ്വർഗം, ദുന്യാവിലും സ്വർഗമുണ്ട്. ദുന്യാവിലെ സ്വർഗമാണ് അവിടെ. അത് കഴിഞ്ഞ് പിന്നെ പരലോകത്തെ സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ദുന്യാവിലെ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിന്റെ സ്വർഗം. അത് അള്ളാഹു തആല അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിലേക്ക് വളരുന്നതനുസരിച്ച് പഠിക്കുന്നതനുസരിച്ച് ദുന്യാവിൽ തന്നെ കൊടുക്കും, പരലോകത്തിലല്ല. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും വലിയ സ്വർഗമാണ് മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മഅരിഫത്ത് എന്താണ്? അറിവുണ്ട്, തിരിച്ചറിവുണ്ട്. ഇൽമാണ് അറിവ്. മഅരിഫത്ത് എന്താണ്? തിരിച്ചറിവാണ്. ഈ മഅരിഫത്ത് കിട്ടുന്ന എവിടെ നിന്നാണ്? ദുന്യാവിൽ നിന്നാണ്, ഈ ലോകത്തിനാണ്. മാന ഇബ്ൻ അത്താഇല്ല സിക്കന്ദരി റഹ്മത്തുള്ളാഹി, ഇബ്ൻ അജീബ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ മഅരിഫത്തും ഇൽമും തമ്മിൽ ഉള്ള വ്യത്യാസം വിശദീകരിക്കുന്നത് ഞാൻ ചെറിയ രൂപത്തിൽ പറയാം. അപ്പൊ മഅരിഫത്ത് എവിടുന്ന് കിട്ടുന്നതാണ്? ദുന്യാവിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് ആർക്ക് കിട്ടുന്നതാണ്? അള്ളാഹുവിന് വേണ്ടി നിയമങ്ങൾ വിധേയമായി അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിലേക്ക് പോകുന്ന അടിമക്ക് അള്ളാഹു തആല എവിടുന്ന് കൊടുക്കുന്നതാണ്? ദുന്യാവിൽ നിന്ന് കൊടുക്കണം. ഇതെന്താണ്? ഇത് വലിയൊരു സ്വർഗമാണ്. എന്താണ്? ഇബ്ൻ അത്താഇല്ല ഇബ്ൻ അജീബ ഇവരുടെ മൊത്തം മഅരിഫത്തും ഇൽമുമായി ബന്ധപ്പെട്ട പഠനത്തിൽ നിന്ന് ഉള്ള ക്രോഡീകരണം ഞാൻ ചെറുതായിട്ട് പറയാം, ശ്രദ്ധിക്കാം. ഇൽമ് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? ഇൽമ് എന്ന് പറഞ്ഞ സംഗതി എന്താണ്? അത് നമ്മൾ പഠിച്ചുണ്ടാക്കണ സംഗതിയാണ്. ഒരാൾ പഠിച്ചുണ്ടാക്കണ, വായിച്ച് പഠിച്ചുണ്ടാക്കുന്ന സാധനമാണ് ഏത്? ഇൽമ് എന്ന് പറഞ്ഞത്. ആ മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പഠിച്ചതുകൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല, പഠിച്ചതെന്ന് മാത്രമല്ല ഹൃദയത്തിൽ ഉണ്ടാവുന്ന ഒരു വിജ്ഞാനമാണ് ഏത്? മഅരിഫത്ത്. അതാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്, ഇൽമിന്റെ ഉറവിടം ഏതാണ്? പുസ്തകമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അധ്യാപകന്മാരിലൂടെ കേട്ട് പഠിക്കും, അല്ലെങ്കിൽ പുസ്തകത്തിലൂടെ പഠിക്കും, മറ്റുള്ളവരെ പഠിക്കും. മഅരിഫത്തിന്റെ ഉറവിടം പുസ്തകമല്ല, ചിന്തയാണ്.
അത് നൂറിലായ അള്ളാഹു തആല അടിമയുടെ മനസ്സിലിട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേകമായ നല്ല നല്ല ചിന്തകളോട് കിട്ടാണ് ശരിക്കും മഅരിഫത്ത് പഠിച്ചിട്ട് കിട്ടുന്ന സംഗതിയല്ല. അപ്പൊ ഈ മഅരിഫത്ത് സംഗതി എന്താണ്? അള്ളാഹുവിന്റെ അടിമ ഇബാദത്ത് എടുക്കുന്ന വഴി അള്ളാഹുവിന്റെ അടിമയുടെ മനസ്സിലേക്ക് കിട്ടുന്ന മറ്റൊരു സംഗതിയാണ്. പിന്നെ ഇൽമിന്റെ വഴി സ്രോതസ് കിട്ടാനുള്ള സബബ് ബുദ്ധിയാണ്. മഅരിഫത്ത് ഉണ്ടാകലോടെയാണ്, ഹൃദയത്തിലാണ്. അതൊരു ഫീലാണ്, അതൊരു അനുഭവമാണ്. ആ അനുഭവം ചിലപ്പോ എനിക്കുള്ള അനുഭവം വേറെ അള്ളാഹുമായിട്ടുള്ള ആത്മീയ അനുഭവം വേറെ ആൾക്ക് പറഞ്ഞാൽ എന്താവില്ല, മനസ്സിലാവണമെന്നില്ല. ഇത് അള്ളാഹു തആല ദുനിയാവിൽ അള്ളാഹുവിന്റെ അടിമകൾക്ക് കൊടുക്കുന്നുണ്ട്. മറ്റത് ഇൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചറിയാനാണ്. മഅരിഫത്ത് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, അത് അനുഭവിക്കണം, തിരിച്ചറിയാനാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഗതികളിലും അള്ളാഹു തആലയുടെ സഹായമാണ്, അള്ളാഹുവിന്റെ ഇടപെടലാണ്. എനിക്ക് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ കിട്ടിയത്. നമ്മൾ ഹദീസ് വഴി ഖുർആൻ വഴി മാത്രമല്ല പഠിക്കുക, അനുഭവത്തിലൂടെ റബ്ബിന്റെ ഇടപെടൽ നമുക്ക് പഠിച്ചു കിട്ടും. ഇതാർക്ക് കിട്ടിയ അനുഭവത്തിലൂടെ റബ്ബിന്റെ ക്രിയാവിക്രിയകൾ നമുക്കറിയാൻ കഴിയും. ഇതാണ് മഅരിഫത്ത് എന്ന സംഗതി. അതുപോലെ തന്നെ മഅരിഫത്തുള്ള ആളുകൾക്ക് ഇബാദത്തിലൊരു മാധുര്യം കിട്ടുന്ന, ഇബാദത്തിന് സന്തോഷം രസം കിട്ടും, ഈ ഇബാദത്തിന് ഒരു ഹാപ്പിനെസ് കിട്ടും, ഒരു മാധുര്യം ഉണ്ടാവും. നിസ്കരിക്കാൻ തോന്നും, കൂടുതൽ അള്ളാഹുവിലേക്ക് സമയം ചെലവഴിക്കാൻ തോന്നും. ഇതൊക്കെ അള്ളാഹു തആല കൊടുക്കുന്ന എന്തുകൊണ്ടാണ്? ഇതൊക്കെ ദുനിയാവിൽ അള്ളാഹു തആല കൊടുക്കുന്ന അള്ളാഹുവിന്റെ അടിമയുടെ മഅരിഫത്താണ്. അതുപോലെ തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പൊ വെള്ളം ഒരു ഉദാഹരണം എടുക്കാം. വെള്ളം എന്ന് പറഞ്ഞ സംഗതി എന്താണ്? വെള്ളം എന്ന് പറഞ്ഞ സംഗതി നമുക്ക് വായിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റും. വായിച്ചുകൊണ്ട് വെള്ളം എന്താണ്, അതിന്റെ രീതി എങ്ങനെയാണ്, അതിന്റെ ഘടകങ്ങൾ എന്താണ്, എന്തൊക്കെ അറിയാം. പക്ഷെ വെള്ളം കുടിച്ചവനെ സംബന്ധിച്ചിടത്തോളം വെള്ളം എന്താന്ന് പറയേണ്ട ആവശ്യം ഉണ്ടോ? വെള്ളത്തിനെ പറ്റി ക്ലാസ് എടുക്കണം. അവരോട് ചോദിച്ച് നിങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ മറ്റാൾ പറയണേ അത് ഞാൻ കുടിച്ചിട്ടില്ല, വെള്ളത്തിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാന്ന് പറയുമ്പോ മറ്റോ പറയണേ അത് ഞാൻ ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ പിന്നെ ഇയാൾ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അനുഭവമാണ്. അള്ളാഹുവിനുള്ള ഇലാഹിയായിട്ടുള്ള അനുഭവം, അത് മഅരിഫത്തുള്ള സംഗതി അള്ളാഹു തആല അടിമക്ക് ദുനിയാവിൽ നിന്ന് ഇബാദത്തിന്റെ വളർച്ചക്കനുസരിച്ച് കൊടുക്കും. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് അത് ദുനിയാവിൽ അള്ളാഹു തആല എന്തെയും അള്ളാഹുവിന്റെ അടിമക്ക് കൊടുക്കും. അതെന്താണ്? അത് ഇബാദത്ത് വഴി റെഡിയായിട്ട് കൊടുക്കുന്ന പ്രതിഫലമാണ്. മറ്റൊരു സംഗതി അള്ളാഹുവിന്റെ അടിമ ഇബാദത്തുകൾ എടുക്കുന്നത് വഴി എന്തെയും അവന്റെ കുറെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു തആല ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇബാദത്തിന് സ്വർഗത്തിൽ പോയിട്ട് കിട്ടേണ്ട കാര്യമില്ല. ഇപ്പൊ സ്വതക്ക കൊണ്ട് ആപത്തിനെ തടയണം, ഇത് സ്വർഗത്തിൽ പോയിട്ട് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് എന്തുണ്ട്? ഇവിടുന്ന് കിട്ടണം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവനെ തൊട്ട് തടയുന്നുണ്ട്. അതുപോലെ തന്നെ അവനക്ക് ഉപകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ ദാരിദ്ര്യം ഇല്ല, 5 വക്ത സമയത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഫക്കീർത്തരത്തിൽ നിന്ന് കാക്കും, പിന്നെ ചില രോഗങ്ങളിൽ നിന്ന് കാക്കും. അങ്ങനെ കുറെ ഇബാദത്തുകൾ വഴി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? ദുനിയാവിൽ നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങളാണ്. ദുനിയാവിൽ നമുക്ക് റെഡിയായിട്ട് അതിന്റെ റിസൾട്ടുകൾ തരികയാണ്. പക്ഷെ ഒരുപാട് സംഗതികളുണ്ടല്ലോ. ഇങ്ങനെ ഇബാദത്ത് എടുത്താൽ തന്നെ ദുനിയാവിൽ തന്നെ അല്ലാഹു തആല തരുന്ന കുറെ കാര്യങ്ങളെ കുറിച്ച് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഉദാഹരണമായി പറയാം, സ്വാലിഹീങ്ങൾ അവനെ ഏറ്റെടുക്കുന്ന എന്നാൽ ദുനിയാവിലും എല്ലാ കാര്യത്തിലും അവരെ കൂടെ ആരുണ്ടാവും? അള്ളാഹു ഉണ്ടാവും. പ്രതിസന്ധിയിലുണ്ടാവും, പ്രയാസത്തിലുണ്ടാവും, ബുദ്ധിമുട്ടിലുണ്ടാവും, എല്ലാത്തിലും അള്ളാഹു ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ്? അള്ളാഹുവിന് വിധേയമായത് കൊണ്ട് അള്ളാഹു തആല ദുനിയാവിൽ കൊടുക്കുന്ന അടിമയുടെ എന്താണ് ഇടപാട് തീർക്കലാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് അള്ളാഹു തആല അങ്ങോട്ട് കാണിക്കണം. അന്ന് അള്ളാഹു ഷക്കൂറുൻ ഹലീം, അള്ളാഹു തആല ഷക്കൂറാണ്. അള്ളാഹു തആല അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. ഷക്കൂർ പറഞ്ഞാൽ എന്താ? ഷക്കൂർ പറഞ്ഞാൽ നിർത്താതെ നന്ദി കാണിക്കണം. അടിമ കാണിച്ചതിനനുസരിച്ച് നന്ദി കാണിക്കും. ഇപ്പൊ പരലോകത്തേക്ക് നീട്ടിക്കൊണ്ടാണ് അവസ്ഥയല്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചപ്പോ അള്ളാഹുവിന് തഖ്വ കാണിച്ച അടിമക്ക് അള്ളാഹു തആല കൊടുക്കുന്ന ബെനിഫിറ്റ് ഖുർആൻ പറയുന്നുണ്ടല്ലോ. സൂറത്തുൽ ത്വലാഖിൽ അമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം ക്രമീകരിച്ച് ജീവിക്കുന്ന ആൾക്ക് അള്ളാഹു തആല എല്ലാത്തിനും ഒരു പോംവഴി കാണിക്കുന്ന.
അപ്പൊ എവിടെ കുടുങ്ങിയാലും അവൻ അതിനെ രക്ഷപ്പെടുത്തും. ഇത് അല്ലാഹു തആല ചെയ്യുന്ന റെഡിയായ ഇടപാട് തീർക്കലാണ്. അതുപോലെ അവൻ അറിയാതെ അവന്റെ ഉപജീവന മാർഗം, അപ്പൊ ഈ രണ്ടും പെട്ടു. ഉപദ്രവങ്ങൾ ഒഴിവാക്കുന്നുണ്ട്, ഉപകാരം ചെയ്യുന്നുണ്ട്. അവൻ അറിയാതെ അവന്റെ ഉപജീവന മാർഗം റിസ്ക് അല്ലാഹു തആല അവന് കൊടുക്കുമെന്നാണ്. അവൻ വിചാരിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അല്ലാഹു തആല വളരെ നിസ്സാരമാക്കി അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നിർവഹിച്ചു. ഇതെന്താ? ഇതൊക്കെ നക്കതാണ്. ഇതൊക്കെ റൊക്കമുള്ള അള്ളാഹുവിന്റെ അടിമയിലുള്ള ഇടപാടാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഗതി അല്ലാഹു തആല അടിമയിൽ കൊടുക്കുന്ന സംഗതിയാണ് അൻവാർ തവജ്ജുഹ്, അൻവാർ മുഹാജ. ഇത് രണ്ടും ദുനിയാവിൽ നിന്ന് കിട്ടണം, ഇത് സ്വർഗത്തിൽ കിട്ടണമല്ല. അൻവാർ തവജ്ജുഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അള്ളാഹുവിന്റെ അടിമ ഒന്ന് നീങ്ങാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് തൗബ ചെയ്യാൻ തോന്നാം, നന്നാകാൻ തോന്നാം, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വെളിച്ചം. ഇതാണ് സത്യം, ഇതാണ് സത്യത്തിന്റെ മാർഗം, ഈ മാർഗത്തിലാണ് നീങ്ങേണ്ടത് എന്നൊരു വെളിച്ചം അല്ലാഹു തആല കൊടുക്കും. ആ വെളിച്ചം അതാണ് അൻവാർ തവജ്ജുഹ് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ അടിമ ദുനിയാവിൽ പണിയെടുക്കനുസരിച്ച് കൊടുക്കുന്ന ഈ ദുനിയാവിൽ കിട്ടുന്ന പണിയാണ്, കൂലിയാണ്. അതുപോലെ അൻവാർ മുവാജഹ എന്ന് പറയും. ആ വെളിച്ചം വെച്ച് അള്ളാഹുവിന്റെ അടിമ അള്ളാഹുലേക്ക് പണിയെടുത്താൽ അള്ളാഹു അടിമ തമ്മിൽ സ്ഥിരമായ ഒരു കണക്ഷനിലേക്ക് അള്ളാഹു തആല കണക്ട് ചെയ്യും. ഇതാണ് മുവാജഹ. ഇതൊക്കെ അള്ളാഹു തആല ചെയ്യുന്നുണ്ട്. നമുക്ക് ദുനിയാവിൽ തന്നെ അള്ളാഹുവിന്റെ ഇടപാട് തീർക്കലാണ്. ഒരു ആയത്തിൽ കാണാം, നിങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു തആല നിങ്ങൾക്ക് ഫുർഖാനെ നൽകുന്ന ഖുർആൻ പറയുന്നുണ്ട്. ഫുർഖാൻ എന്താ? സത്യാസത്യം വേർതിരിക്കാനുള്ള ഒരു വിവേക ബുദ്ധി ആര് തരും? പഠിച്ചു നമുക്ക് തരും. ഇതൊക്കെ എന്തുകൊണ്ടാ? ഇതൊക്കെ എങ്ങനെ കിട്ടുന്നത്? ഇതൊക്കെ അല്ലാഹു തആലക്ക് ടൈം ടു ടൈമായി അവന്റെ നിയമങ്ങൾ അനുസരിച്ച് വിധേയമാകുന്നതുകൊണ്ട് ബാക്കി എന്ത് ചെയ്യും? അല്ലാഹു തആല നമുക്ക് തരാണ്. വേറെ ആയത്തിൽ കാണാം, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ചോളി, നിങ്ങൾക്ക് വേണ്ടത് പഠിച്ചോൻ തന്നെ പഠിപ്പിച്ചു തരും. അപ്പോ നമ്മൾ കൊണ്ട് അല്ലാഹു തആല പണിയെടുപ്പിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാ? എല്ലാ പരലോകത്ത് സ്വർഗം കിട്ടാം എന്നുള്ളത് മാത്രമല്ല അള്ളാഹുവിന്റെ രീതി. പണിയെടുക്കുന്നതനുസരിച്ച് ടൈം ടു ടൈമായി ഇടപാട് തീർക്കുന്ന പണിഹാരത്തിന്റെ പഠിച്ചോനത്ത് ഉണ്ട് എന്നാണ് ഹിക്മൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വേറെ കുരുത്തക്കേട് വെച്ചാല് അങ്ങോട്ട് നീട്ടുന്ന പണി മാത്രമല്ല, ഇവിടുന്ന് പണിഷ്മെന്റ് ചെയ്യണ പണി മാരത്തുണ്ട്, പഠിച്ചോണ്ടിട്ടുണ്ട്. അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ അയച്ചു വിട്ട് പിന്നെ അവിടുന്ന് വന്നിച്ചു കൊടുക്കും. അത് വേറെ വിഷയം, നന്നാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യും. അതുപോലെ തന്നെയാണ് അല്ലാഹു തആല നമുക്ക് നമ്മളോട് നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് ഇടപാട് തീർക്കുന്നതിന് വലിയൊരു സംഗതിയാണ് അല്ലാഹു തആലയുടെ തൗഫീഖ്. ഈ തൗഫീഖ് പറഞ്ഞാൽ എന്താ? ഈ തൗഫീഖ് എന്ന സംഗതി അല്ലാഹു തആല നമുക്ക് നൽകുന്നുണ്ട്. എന്താണ് തൗഫീഖ്? തൗഫീഖ് പറഞ്ഞാൽ ശരിക്കും എന്താ തൗഫീഖ്? തൗഫീഖ് പറഞ്ഞാൽ യോജിക്കാന്നുള്ള അർത്ഥം. യോജിക്കുക പറഞ്ഞാല് നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ അല്ലാഹു തആലക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെ സമയവും സാഹചര്യവും അനുകൂലവും എല്ലാം നമ്മൾ എന്ത് ചെയ്യാം ആണ് യോജിച്ചു വരാം. ഇത് നല്ല നീയത്തുള്ള അള്ളാഹുവിന്റെ അടിമക്ക് അല്ലാഹു തആല കൊടുക്കുന്ന സംഗതിയാണ്. എല്ലാവർക്കും എല്ലാ പോലെ ചെയ്യാൻ കഴിയണില്ല. എന്താ കാരണം? അതിന് തൗഫീഖ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നെ മറിച്ച് ഒരാൾക്ക് എന്നും ഒരു സംഗതി അല്ലെങ്കിൽ അയാൾ പ്ലാൻ ചെയ്ത സംഗതി അത് പ്രയാസമില്ലാതെ അതിന്റെ എല്ലാ ഘടകങ്ങളും ചിലപ്പോ എന്താണ്, നമുക്ക് പല സംഗതികളും പല സ്ഥലത്ത് ഒത്തു കിട്ടിയാലേ അത് നടക്കുള്ളൂ. അപ്പൊ എല്ലാ സാഹചര്യങ്ങളും എന്ത് ചെയ്യും? ആ സമയത്ത് നമുക്ക് ഒത്തു കിട്ടും. അങ്ങനെ കിട്ടൽ എന്താണ്? അതിനാണ് തൗഫീഖ് എന്ന് പറയാം. സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് അനുകൂലമാക്കി തരാം. അപ്പോഴാണ് നമുക്ക് നമ്മൾ വിചാരിച്ച പണിയൊക്കെ ചെയ്യാൻ കഴിയാം. ഈ തൗഫീഖ് അല്ലാഹു തആല തന്നെ എന്തുകൊണ്ടാ? ഇതൊരു റൊക്കം ഇടപാടാണ്. നമ്മൾ അള്ളാഹുവിന് വിധേയമാകുന്നതുകൊണ്ട് അല്ലാഹു തആല ദുനിയാവിൽ നമുക്ക് നൽകുന്ന ഒരു ഇടപാട് തീർക്കലാണ്.
തൗഫീഖ് സംഗതി. ശരിക്ക് തൗഫീഖാണ് നമ്മളെ എല്ലാത്തിന്റെയും ആത്യന്തിക വിജയം. അതുകൊണ്ടാണ് ഖുർആനിൽ പറയുന്നത് മാ തൗഫീഖി ഇല്ലാ ബില്ലാ എന്ന് പറയാൻ കാരണം തൗഫീഖ് വലിയ സംഗതിയാണ്. തൗഫീഖ് കിട്ടാന്നുള്ളത് നമുക്ക് എല്ലാത്തിനും അനുകൂലമായ സാഹചര്യം ഉണ്ടാവണം. ആരോഗ്യം വേണം, സമയം വേണം, നമുക്കുള്ള മറ്റുള്ള ഭൗതികമായ പ്രയാസങ്ങൾ ഒഴിവാക്കി കിട്ടണം. ഇതൊക്കെ നമ്മളിലേക്ക് ഒരുമിച്ച് സമ്മേളിക്കുന്നത് അല്ലാഹു തആല തൗഫീഖാണ്. ഈ തൗഫീഖ് അല്ലാഹു തആല നൽകുന്നത് എന്താണ്? ഇത് ഇബാദത്ത് എടുക്കുന്നതിന് മുമ്പ് തരാണ്. ഇപ്പൊ ഒരു ളുഹറിന് ജമാഅത്തിന് വരണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. ഇത് ദോറിസ്കരിച്ചിട്ടല്ല തരുന്നത് ആണോ? ദോറിസ്കരിച്ചവന്റെ തൗഫീഖ് ഇല്ലല്ലോ, തൗഫീഖ് കഴിഞ്ഞ പൂർത്തിയായില്ല. അപ്പൊ അതിന്റെ മുമ്പ് ഒരു തോന്നൽ വേണം, അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവ് സമയം കിട്ടണം, അതിനുള്ള ആരോഗ്യം ഉണ്ടാവണം. അപ്പൊ തൗഫീഖിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താ? തൗഫീഖ് അതിനെ കുറിച്ച് ചിന്തിക്കലാണ്. അപ്പൊ തൗഫീഖിന്റെ അയാൾ കടക്കാണ്. പിന്നെ അതിന് മനസ്സ് പ്ലാൻ ചെയ്ത് അതിനുള്ള പ്രവർത്തനം നടക്കുമ്പോ തൗഫീഖ് അയാൾ വർക്കൗട്ട് ചെയ്യണം. അപ്പൊ തൗഫീഖ് അയാൾ ഇങ്ങനെ പ്രവർത്തിക്കാണ്. പിന്നെന്താണ്? ആ നിസ്കാരം കഴിഞ്ഞോടുകൂടി തൗഫീഖ് എന്താ അവിടെ പൂർത്തിയായി. ഇത് എന്തിനാണ്? ഇത് ഈ തൗഫീഖ് എന്തിനാണ്? ഇപ്പൊ ളുഹർ നിസ്കരിക്കാനുള്ള, ജമാഅത്ത് നിസ്കരിക്കാനുള്ള തൗഫീഖ് ളുഹർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് തരാണ്. അതെന്തുകൊണ്ടാണ്? അത് മുമ്പ് അസർ സുബഹി, അതുപോലെ മുമ്പത്തെ സുബഹിയും മുമ്പത്തെ ഇശായും അങ്ങനത്തെ കുറെ ഇബാദത്തുകളൊക്കെ നീ കറക്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഇടപാട് തീർക്കാണ് അടുത്ത ളുഹറിലേക്ക്. അപ്പൊ എന്താണ്? അതൊരു തൗഫീഖ്. അല്ല ളുഹർ നിസ്കരിച്ച് പിന്നെ തൗഫീഖിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ നമ്മുടെ അവിടുത്തെ സ്റ്റെപ്പിലേക്കും അടുത്ത ഘട്ടത്തിലേക്കും നമ്മളെ സഹായിക്കുന്ന വലിയൊരു ആത്മീയമായ ഒരു സഹായം സാഹചര്യം ഒരിക്കലും അല്ലാഹു തആല ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്? പഠിച്ചോൻ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഇതൊന്നും സ്വർഗത്തിൽ കിട്ടിയ കാര്യമില്ല. ആണോ? ഇതൊക്കെ സ്വർഗത്തിലൊക്കെ ഉണ്ടോ? അല്ല, ഇതൊക്കെ ദുനിയാവിൽ പഠിച്ചോ നമുക്ക് തരാണ്. ഇതൊക്കെയാണ് നമ്മൾ അല്ലാഹു തആലക്ക് സമയത്ത് ഇബാദത്ത് കൊണ്ട് അല്ലാഹു തആല പറയുന്ന അല്ലാഹു തആല കരീം എന്ന് പറയുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഇങ്ങനൊന്നും ചെയ്യാതെ തെക്കങ്ങൾ ചെയ്തോളി ആശ്വസിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പരലോകത്ത് വെച്ചിട്ട് നോക്കിയിട്ട് പിന്നെ നിങ്ങളെ വീടൊക്കെ നോക്കിയിട്ട് സ്വർഗം തരാന്ന് പറഞ്ഞാൽ അത്ര മാന്യത കിട്ടിയവനല്ല ആര്? അല്ലാഹു തആല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലേ? അപ്പൊ എല്ലാം ദുനിയാവിൽ കിട്ടുന്നുണ്ട്. നല്ലോണം പണിയെടുക്കണമെങ്കിൽ സ്വർഗം കിട്ടുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അതിനാതാ പറഞ്ഞത് നല്ലോണം പണിയെടുക്കണമെങ്കിൽ സ്വർഗം കിട്ടുന്നുണ്ട്. അപ്പൊ അല്ലാഹു തആല എന്താണ്? അങ്ങേയറ്റം മാന്യ. അതാണ് ഈ ഹിക്മത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിയുണ്ടല്ലോ. അല്ലാഹു തആല നമുക്ക് തരുന്നത് ഒരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു തആല റൊക്കം ഇടപാട് തീർക്കുന്ന എന്തൊക്കെയെന്ന് കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇനി രണ്ട് ഹിക്മത്തും ഇതിന്റെ റൊക്കം ഇടപാട് തീർക്കുന്ന അടുത്ത കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയും. ഇപ്പൊ ഈ ഹിക്മത്ത് ഒന്നുകൂടി വായിക്കാം. ജല്ല റബ്ബുന, അല്ലാഹു തആല അങ്ങേയറ്റം മഹത്വമുടയവനാണ്. യുആമിലഹുൽ അബ്ദു, അവന്റെ അടിമ അവനക്ക് വേണ്ടി ഇബാദത്ത് പണിയെടുക്കണം. ഇബാദത്ത് പറഞ്ഞ അർത്ഥം വെക്കണം. എന്തും അവനനുസരിച്ച് നിന്ന് കൊടുക്കുക. നഖ്ദൻ അത് റെഡിയായിട്ട്, കാരണം ഇന്നത്തെ പണി ഇന്ന് തന്നെ എടുക്കുന്നത്, അതാണ് റെഡി. എന്നിട്ട് പണി പറഞ്ഞ സമയത്ത് അവൻ എടുത്തിട്ടുണ്ട്. പൈജാസി, എന്നിട്ട് അതിന് കൂലി കൊടുക്കലോ നസീഹത്തൻ കുറെ കഴിഞ്ഞിട്ട്. ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനല്ല ആര്? അല്ലാഹു തആല. അതാണ് പറയുന്നത്. പഠിച്ചോണ്ട് നമ്മളോട് പറഞ്ഞാൽ എന്താ? വേർപ്പ് പറ്റുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? കൂലി കൊടുക്കണം എന്നാണ്. അപ്പൊ ആ പണി അതിനേക്കാൾ ഉഷാറായി നിർവഹിക്കുന്നവരാണ് ആര്? അല്ലാഹു തആല. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് ചർച്ച ചെയ്യാം. അല്ലാഹു തആല നമ്മളൊക്കെ പറഞ്ഞു നോക്കട്ടെ, എല്ലാം സ്വീകരിക്കട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ.